ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പേടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെ കാണിക്കുന്നത്. അപ്പം രേവതിക്കുട്ടി 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് നമ്മുടെ മാമച്ചൻ്റെയും അതേ ഗ്രേസമാൻഡറുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതായത് നിങ്ങൾ രണ്ടുപേർക്കും ചായ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രേസമ്മ ചോദിക്കുകയാണ്, അതെ ഇന്നലെ മനു വിളിച്ചിട്ടുണ്ടായിരുന്നു. മനുവേട്ടനോ? മനുവേട്ടൻ എന്തിനാ വിളിച്ചത്? ആൻറ്റിയെയാണോ വിളിച്ചത്? പിന്നെ അല്ലാതെ എന്നെ അല്ലേ വിളിച്ചത്? അല്ല, ആൻറ്റിയോട് എന്ത് സംസാരിക്കാണ്? മനുവേട്ടൻ എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണോ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ നിന്നെയാണ് ചോദിച്ചത്. പക്ഷേ മനു അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് അലീന അവിടെ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അലീന ചേച്ചി ഇവിടെയുണ്ടോന്നോ? അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? നമ്മൾ അലീന ചേച്ചിയെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാനിരുന്നേച്ചല്ലേ? അപ്പോഴല്ലേ അലീന ചേച്ചി പറഞ്ഞത് ഞാനവിടെ നിന്ന് വരുന്നില്ല, അവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെന്ന്. പിന്നെന്തിനാ മനുവേണ്ട അങ്ങനെ ചോദിച്ചത്? അതൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ചിലപ്പേ മനുവേട്ടൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് എന്നും പറഞ്ഞ്. അല്ല മനു അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എറണാകുളത്ത് എത്തിയോ ഇല്ലേന്ന്? അല്ല ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മുത്തശ്ശിയെ ഒന്ന് വിളിക്ക്. മുത്തശ്ശിയെ വിളിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ. അത് ശരിയാണ്, ഞാൻ എന്നാ മുത്തശ്ശി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയെ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. ഹലോ, ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അലീന ചേച്ചിയുടെ മുത്തശ്ശിയല്ലേ? അതെ ഞാൻ അലീനയുടെ മുത്തശ്ശി തന്നെയാ. എന്താ, ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞാൻ രേവതിക്കുട്ടിയാ, എറണാകുളത്തുള്ള ആ ഗ്രേസമ്മാൻ്റെയും മാമച്ചൻ്റെയും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന രേവതിക്കുട്ടി, അലീന ചേച്ചിയുടെ അനിയത്തി. ഓ മനസ്സിലായി, നീ ആയിരുന്നോ കൊച്ചെ? എന്തിനാ വിളിച്ചത്? അവിടെ അലീന വന്നോ എന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചി അപ്പം അവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ ഇല്ല. അലീന ചേച്ചി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അലീന ഇന്നലെ പോയതാണല്ലോ ഇവിടെ നിന്ന്. അലീന ചേച്ചി ഇന്നലെ പോയെന്നോ? എങ്ങോട്ട് പോയി? അതൊന്നും അറിയില്ല. അലീനയെ ഇവിടെ നിന്ന് ഇന്നലെ പറഞ്ഞു വിട്ടായിരുന്നു. അലീന ചേച്ചി ഇന്നലെ എപ്പോഴാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇന്നലെ ഒരു ഉച്ചയോടുകൂടി തന്നെയാണ് പോയത്. ദൈവമേ, അലീന ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അങ്ങോട്ട് വന്നില്ലെന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. സത്യം പറ മുത്തശ്ശി, നിങ്ങൾ അലീന ചേച്ചി എന്താ ചെയ്തത്? എല്ലാവരും കൂടി ആ പാവത്തിനെ അടിച്ചിറക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അലീന ഏതായാലും ഇവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുക. രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഗ്രേസമ്മയോട് പറയണ അലീന ചേച്ചി അവിടെ ഇല്ല, അലീന ചേച്ചി അവിടെ പോയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ മുത്തശ്ശി ഫോണും കട്ടാക്കി, എന്തോ അലീന ചേച്ചിക്ക് സംഭവിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ പെടയ്ക്കാതെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, മനുവിനെ ഒന്ന് വിളിച്ചേ. ആൻറ്റിയുടെ ഫോണും തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ ഫോണിൽ നിന്ന് നേരെ നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും മനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, മനുവേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഇനി എന്ത് ചെയ്യും? ദൈവമേ, അലീന ചേച്ചിക്ക് എന്ത് സംഭവിച്ച്? പാവം, അതിനെല്ലാവരും കൂടിയിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രേവതിക്കുട്ടി കരയാണ്. രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. അപ്പം മനു നേരെ ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറയണം, അങ്ങളെ ലൊക്കേഷൻ ഒന്നും കൂടി ഇഴക്കാവോ? എനിക്കത് ശരിക്കും വർക്കാവുന്നില്ല, ഒന്നും കൂടി ഇഴക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാൻ ലൊക്കേഷൻ ഇഴക്കാടാ എന്ന് പറയുക. അപ്പോഴാണ് നമ്മുടെ അലീനയും അതേപോലെ തന്നെ ചന്ദ്രയും നമ്മുടെ കൃഷ്ണമോളും കൂടി ഓടി കഥച്ചിങ്ങനെ വരിക. അപ്പോൾ ആ ഒരു രംഗം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഭയങ്കര സങ്കടം തോന്നുകയാണ്. അച്ഛാ എന്താ മോളെ? അതെ അലീന ചേച്ചിക്ക് ചെരുപ്പില്ലേ? ചെരുപ്പ് എവിടെ പോയി? അത് പിന്നെ ഇന്നലെ എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കിയില്ലേ, അപ്പം അലീന ചേച്ചി ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അയ്യോടാ, കുഞ്ഞാവ് ചെരുപ്പിടാണ്ടാണോ വന്നത്? ശരി, നമുക്ക് ശരിയാക്കി കൊടുക്കാം. ചെരുപ്പൊക്കെ ഒരു ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കാം കേട്ടോ. നിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു 6-7 അങ്ങനെയാണെന്ന് പറയുക. അപ്പോഴേക്കും എടാ മനു, നീയേ വരുമ്പോൾ ഒരു ലേഡീസ് ചപ്പൽ മേടിച്ചുകൊണ്ട് വരണേ. ശരി ഞങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. കൃഷ്ണേ, ഇതേതാ നിൻ്റെ ഈ ഉടുപ്പ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് അലീന ചേച്ചിയുടെ ഉടുപ്പ്. അലീന ചേച്ചിയുടെ ഉടുപ്പോ? നിനക്കത് പാകമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, അലീന ചേച്ചിയുടെ ഉടുപ്പിടാൻ നിനക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ വരെ നാണക്കേടായിരുന്നു, ഇന്നായപ്പോഴത്തേക്കും അതെല്ലാം മാറി അച്ഛാ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അലീനയാണെങ്കിൽ അത് കൃഷ്ണമോള് പറഞ്ഞ സത്യമാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോഴേ ഇവളെന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് പിന്നെ എനിക്ക് തണുത്തട്ടാ, AC ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ടാ ഞാൻ അനിൽ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നതെന്ന് നമ്മുടെ കൃഷ്ണ പറയാ. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോഴേക്കും
നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും അതെ അലീന ചേച്ചി നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നോളൂ. മോളെ എനിക്ക് ചെരുപ്പില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചിക്ക് എൻ്റെ ചെരുപ്പ് വരട്ടെ. അത് വേണ്ട. അപ്പം മോൾക്ക് ചെരുപ്പ് ഉണ്ടാവില്ലല്ലോ. അതൊന്നും സാരമില്ല, എനിക്ക് ചെരുപ്പില്ലെങ്കിലും അത് വേണ്ട. എങ്കിൽ നമുക്ക് ടെറസിൻ്റെ മേളിൽ കൂടിയൊക്കെ നടക്കുക ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അലീനയും വിളിച്ചുകൊണ്ട് പോവുക. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ വൈജേ വൈജേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്, വിളിച്ചാലും വരില്ലല്ലോ. ഇനി വൈജേ എന്താ കിടന്ന് കൂകി വിളിക്കുന്നത്? എന്തിനാ, നിങ്ങൾക്ക് എന്താ ആവശ്യം? നിന്നെ എത്ര നേരം ഓടി ഞാൻ വിളിക്കുന്നത്, നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പാടില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടമ്മേ. ഞാനിവിടെ തല പുകഞ്ഞ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ആ സമയത്താണ് കിടന്ന് കൂകി വിളിക്കുന്നത്. എടി വൈജേ, ആ രേവതിക്കുട്ടിയില്ലേ, ആ അലീനയുടെ അനിയത്തി എന്ന് പറഞ്ഞു കിടക്കുന്നവള്, അവള് വിളിച്ചായിരുന്നോന്നേ? വിളിച്ചായിരുന്നോ? എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? അവള് പറഞ്ഞത് അലീന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ച് അലീന അങ്ങോട്ട് വന്നില്ലേ എന്ന്, ഇങ്ങോട്ട് വന്നില്ല എന്ന് രേവതിക്കുട്ടി പറയുകയും ചെയ്തു. ഇവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോയതാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പം എറണാകുളത്ത് അവൾ ചെന്നിട്ടില്ലേ? ഇല്ലെന്നേ, അത് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അവളിത് എങ്ങോട്ട് പോയി? അപ്പോൾ ഉറപ്പാണ് ബാലചന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു എന്ന്? അവളെ കാറ് കയറ്റി കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഉള്ള മനസമാധാനം പോയില്ലേ ദൈവമേ. നീ എന്തിനാണ് വൈജി ഇങ്ങനെ കിടന്നിങ്ങനെ ടെൻഷൻ ആവുന്നത്? അതിന് ബാലചന്ദ്രൻ്റെ കൂടെ ഇപ്പോൾ കൃഷ്ണമോളും ഇല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അവളൊരു പൊട്ടി, അവളെ പൊട്ടിയാക്കാനായിട്ട് അവർക്കൊക്കെ പറ്റുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ നേരെ ഈ വൈജയുടെ ആങ്ങളെ വിളിക്കുക, രാജീവനെ വിളിക്കുകയാണ്. രാജീവൻ ചേട്ടാ, ഇതേപോലെ അലീന എറണാകുളത്ത് ചെന്നിട്ടില്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളുടെ കൂടെ നടക്കുന്ന ആ അനാഥാലയത്തിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞിരുന്ന വെച്ചാൽ അവളില്ലേ രേവതിക്കുട്ടി, അവള് വിളിച്ചായിരുന്നു. അവള് വിളിച്ചിട്ട് പറയാ അലീന ഇവിടെ ഉണ്ടോ എന്നാ ചോദിച്ചത്. എടി വൈജേ, എനിക്കൊരു ഡൗട്ട്, ഇതവരുടെ പ്ലാനിങ് ആണോ എന്ന്. എന്താ രാജീവേട്ടാ, അവരുടെ പ്ലാനിങ് ഒന്നും അല്ല. നമ്മൾ ഓപ്പണായിട്ടല്ലേ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത്. അപ്പം അവരുടെ പ്ലാനിങ് ഒന്നും അല്ല. ഉറപ്പായിട്ടും അവളവിടെ ചെന്നിട്ടില്ല. എൻ്റെ സംശയം ബാലേന്ദ്രൻ്റെ കൂടെ ഉണ്ടോയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആകെ കുഴഞ്ഞല്ല രാജീവൻ ചേട്ടാ, നീ എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നത്? അതിൻ്റെ കൂടെ കൃഷ്ണമോളില്ലേ, അവളൊരു പൊട്ടിയല്ലേ. അവളെ മന്ദബുദ്ധിയാക്കാനായിട്ട് ബാലേന്ദ്രന് പെട്ടെന്ന് കഴിയും. അവളെ ഒന്ന് തലോടി കഴിഞ്ഞാൽ ആ സോപ്പിങ്ങിൽ അവൾ വീഴും. അത്രേ പറയാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞപ്പോഴേക്കും ശരി, നീ ടെൻഷൻ ആവാതെന്ന് അന്വേഷിക്കാം. ഇതേ സമയം തന്നെ നമ്മുടെ മനു നേരെ റിസോർട്ടിലെത്തുക. അപ്പോൾ മനു റിസോർട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വരികയാണ്. എന്നിട്ടൊന്ന് ഷൈക്കാനെടുക്കാൻ കൈ നീട്ടുക. അപ്പോൾ മനു വിചാരിച്ച് കയ്യിലിരിക്കുന്ന സാധനം കൊടുക്കാൻ, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മനുവേട്ടാ, എനിക്ക് ഷൈക്കാൻ്റെ തരാനല്ലേ പറഞ്ഞത്. അങ്ങനെ മനു ഷൈക്കാൻ്റെ ഒക്കെ കൊടുക്കുക. വാ മനുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ. എന്താ കൃഷ്ണമോളെ, ഭയങ്കര ഹാപ്പിയാണല്ലോ? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഹാപ്പിയൊന്നും അലീനയെ അവിടെ നിന്ന് അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, അവരങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരിക്കലും അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കൃഷ്ണമോളെ, നീ ഇപ്പം അങ്ങനെയായോ? നീ കാല് മാറിയോ? ഇത് കൊള്ളാലോ. ഞാൻ ഉറപ്പായിട്ടും തന്നെ പറയണം, ആ സമയത്ത് എനിക്ക് കാല് മാറാനൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോകരുത്, യാതൊരു കാരണവശാലും പോകരുത്. അച്ഛൻ ചെയ്ത് തന്നെയാ ശരി, അച്ഛൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീനയുടെ വരവ്. അപ്പോൾ അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേണ്ട, നമുക്കിപ്പോൾ സംസാരിക്കേണ്ട, പിന്നീട് സംസാരിക്കാം. അങ്ങനെ അലീന മനുവേട്ടൻ വന്നല്ലോ മനുവേട്ട. അങ്ങനെ അലീനയുടെ കയ്യിലേക്ക് ആ ചെരുപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അലീന, ഞാൻ വിചാരിച്ചത് താൻ ഇങ്ങനെ ആയിരിക്കില്ലെന്നാണ്. എന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നലത്തെ ആ സംഭവത്തിലൊക്കെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് താൻ മനസ്സുരുകി കരഞ്ഞിരിക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താൻ ഭയങ്കര ഹാപ്പിയാണല്ലോ അലീന എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അങ്ങനെയാ മനുവേട്ട. എന്നോട് ബാലേന്ദ്രൻ സാറ് പറഞ്ഞു, നീ എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് വിട്ടേക്ക്, മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന്. അപ്പോൾ പിന്നെ എൻ്റെ ഗാഡിയൻ പറയുന്നതല്ലേ ഞാൻ അനുസരിക്കേണ്ടത്. ഞാൻ അതേപോലെ തന്നെ നിന്നു. അപ്പം ഞാൻ ആരാണ് അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും മനുവേട്ടൻ്റെ ഗാഡിയൻ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ മനുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു എല്ലാവരും കൂടി എന്നെ അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടൻ അവിടെ ഓടിയെത്തുമെന്ന്. പക്ഷേ മനുവേട്ടനെ കണ്ടില്ല. അത് പിന്നെ അലീന, ഇല്ല, ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം.
പിന്നീട് നമ്മുടെ കൃഷ്ണ വരികയാണ്. കൃഷ്ണ വന്നിട്ട് മനുവിനെയും അലീനയെയും ഇങ്ങനെ കൈകളിൽ പിടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് ഉല്ലസിച്ചും അങ്ങനെ ഇങ്ങനെ കളിയും ചിരിയും വർത്തമാനമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ ഇങ്ങനെ കുളിരുകയും ചെയ്യുകയാണ്. പിന്നീട് രാത്രി കാണിക്കുകയാണ്. ആ സമയത്ത് ഈ ഹരിയാണെങ്കിൽ ഏതോ ഒരു പെണ്ണിനോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, എടോ നമുക്കൊന്ന് മൂന്നാറൊക്കെ പോകാടോ, മൂന്നാറൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിക്കാടോ. അപ്പോൾ ഒരു മണിയടി അല്ല ഞാനിവിടെ ഒരു മണിയടിച്ചതാണേ എന്നൊക്കെ ഇനി സംസാരിക്കാം. അപ്പോഴാണ് അതേ മനു വരുന്നത്. മനുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് എടോ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. എന്തായി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ ഞാൻ എവിടെയായിരുന്നു നിനക്കെന്താ, ഞാനെങ്ങനെ വരും പോകും എല്ലാം ചെയ്യും, നിനക്കിവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുക. അപ്പോഴേക്ക് മനു നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രാജീവ് വന്നിട്ട് ചോദിക്കണം, എടാ മനു നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ആണോ മകളെ, എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു അതുകൊണ്ടായിരിക്കും. എടാ എന്നാൽ പിന്നെ മിസ് കോൾ കണ്ടില്ലേ, നിനക്കും തിരിച്ച് വിളിക്കാൻ പാടില്ല, ഒരു മാന്യതയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ മകളെ കാര്യം, നീ ബാലേന്ദ്രൻ്റെ വിവരം വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനുള്ള പുറപ്പാടാ, അല്ല അറിയണമല്ലോ വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അറിഞ്ഞു, അവരൊരു റിസോർട്ടിലുണ്ട്, വൈക്കത്ത് ഒരു റിവർ വ്യൂ റിസോർട്ടിലുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഓഹോ അപ്പം അവിടെ ഉണ്ടല്ലേ, അലീനയുണ്ടോ? അലീനയും ഉണ്ട്, കൃഷ്ണമോളും ഉണ്ട്. എന്താ അങ്ങളെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓഹോ അത് ശരി, അപ്പോൾ അവരവിടെയുണ്ട്, അപ്പോൾ നമ്മളെല്ലാം കാണിച്ചെല്ലാം വെറുതെ. അതെ അങ്കിൾ ഇപ്പോൾ വെറും പൊട്ടനായി തീർന്നിരിക്കുകയല്ലേ. അലീനയെ ഷോ കാണിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ട് ഇപ്പോൾ അലീന ആരുടെ കൂടെയാ? ബാലേന്ദ്രൻ അങ്ങളുടെ കൂടെയല്ലേ? ആണല്ലോ. അപ്പോൾ ഇനി അങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എടാ മനു നീ സത്യം പറഞ്ഞോ, അവരവിടെ തന്നെ ഉണ്ടോ? അറിഞ്ഞിട്ട് എന്തിനാ അങ്ങളെ അവിടെ ചെന്നിട്ട് റിസോർട്ടിൽ പോയി വലിച്ചിറക്കാനോ? എങ്കിലും അങ്കിൾ ചെല്ല്. പക്ഷേ അങ്കിൾക്ക് അതിനെ കൊണ്ട് കഴിയില്ല. എടാ എത്ര നാളെ അയാൾ റിസോർട്ടിൽ കഴിയും? ചിലപ്പോൾ അങ്കിള് 1 വർഷം വരെ റിസോർട്ടിൽ കഴിഞ്ഞെന്നിരിക്കും. അങ്കിൾ അതുവരെ ഇവിടെ തന്നെ നിൽക്കാനാണോ? സിംഗപ്പൂരിലെ വിസയൊക്കെ അങ്ങോട്ട് പോകും. അപ്പം പിന്നെ സിംഗപ്പൂരിലേക്ക് പിന്നെ കാലെടുത്ത് വെക്കാനായിട്ട് അങ്കിൾക്ക് പറ്റില്ല അങ്കിളെ. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും നമ്മുടെ ഈ കമല പറയാ, അലീനയും കൊണ്ടാ പോയിരിക്കുന്നത്. ശേ ഇയാൾക്കൊക്കെ ഇതെന്ത് ഭാവിച്ചിട്ടാണ് വീട്ടുവേലക്കാരിയും കൊണ്ട് പോയിരിക്കുന്നു? നാട്ടുകാർ കേട്ടാൽ എന്ത് പറയും? അതിന് കൃഷ്ണമോളുണ്ടല്ലോ, നിങ്ങളെന്താ കൃഷ്ണമോളുടെ കാര്യമൊന്നും സംസാരിക്കാത്തത്? അവളൊരു പൊട്ടിയാണ്, അവളെ മയക്കി കിടത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിന് കലി വരികയാണ്. അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും പാടില്ല കേട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് മനു. നല്ല ഇടിവിട്ട് മറുപടി തന്നെ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.